തീർച്ചയായും ഇതൊരു ഗൂഢാലോചന എന്നതിൽ പറയലുണ്ട്. സിദ്ധാർത്ഥിൻ്റെ മരണശേഷവും പിന്തുടർന്ന് വേട്ടയാടുന്ന, തെളിവുകൾ നശിപ്പിച്ചുകൊണ്ട് കുറ്റക്കാരെ രക്ഷിക്കാനുള്ള വളരെ ആസൂത്രിതമായൊരു ഗൂഢാലോചനയും ശ്രമവും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്നും വ്യക്തമാവുന്നത്. അറിഞ്ഞിട്ട് ഇവിടുന്ന് നമ്മുടെ ഒഫീഷ്യലായ കവറിലൊക്കെ വെച്ചിട്ട് പോയിട്ടില്ല. നേരിൽ പോയിട്ട് അവർക്കറിയാമോ നമ്മൾ മുള്ളിൽ പ്രസാദം കണ്ടായിരുന്നു. സംഭവം നടന്ന ഹോസ്റ്റലിൽ ആ റൂം ഉൾപ്പെടെ എല്ലാം തോന്നിട്ടായിരിക്കും. കാരണം ഏജൻസി പറയുകയാണോ പെട്ടെന്ന് ഏജൻസി വരുന്ന അവർ പ്രത്യേകം ചെയ്തു. അപ്പോൾ അറ്റ്ലീസ്റ്റ് പോലീസ് ആ റൂമിൽ നിന്ന് ക്ലോസ് ചെയ്തു സീൽ ചെയ്ത് വയ്ക്കണം. പിന്നെ ആ ഹോസ്റ്റലിൻ്റെ നടന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. ആ സമയത്ത് നടന്ന വളരെ വ്യാപകമായ പ്രക്ഷോഭത്തെ തുടർന്ന് സർക്കാർ CBI അന്വേഷണത്തിന് ഉത്തരവിറക്കിയെങ്കിലും അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു വിവരം, ഈ പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥിന് നേരെ നടന്ന ഈ ആക്രമണവും അതിനുശേഷം അവിടെയുണ്ടായ സംഭവങ്ങളുമെല്ലാം ആൻറ്റി റാഗിംഗ് സ്ക്വാഡിനെയും ബന്ധുക്കളെയൊക്കെ വിവരറിയിച്ച, സത്യസന്ധമായ വിവരം കൈമാറിയ 2 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥതയെയും ഉദ്ദേശശുദ്ധിയെയും ചോദ്യം ചെയ്യുന്നതും സംശയത്തിനിട നൽകുന്നതായിട്ടുള്ള ഒരു നീക്കമാണ്. ഗവൺമെൻറ് അന്വേഷണം നിർത്തിവെക്കുകയും കേരള പോലീസ് അന്വേഷണം നിർത്തിവെക്കുകയും CBI അന്വേഷണത്തിന് വിടുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ ആ കേസിൽ പ്രധാന സ്ഥാനത്ത് വരേണ്ട, അല്ലെങ്കിൽ സാക്ഷികളൊക്കെ ആയി വരേണ്ട വിദ്യാർത്ഥികളെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ നീക്കം നടക്കുന്നത്. അവിടെ നിന്ന് കാര്യങ്ങൾ അറിയാവുന്ന, സത്യസന്ധമായി അന്വേഷണ ഏജൻസികൾക്ക് വിവരം കൊടുക്കേണ്ടുന്ന വിദ്യാർത്ഥികളെ ആകെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന അകാരണമായ, നീതിരഹിതമായ വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള ഈ നടപടി. ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഗുരുതരമായ ഒരു കാര്യമാണ് ചെയ്തിരുന്നത്. നേരത്തെ ഗവൺമെൻറ്റിൻ്റെയും CPMൻ്റെയും ചില വക്താക്കൾ ഞങ്ങൾ ഇരയോടുകൂടിയാണ്, സിദ്ധാർത്ഥൻ്റെ കൂടെയാണ് എന്നൊക്കെ പറയുന്നുണ്ടായി. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ പറയുകയും പ്രതികൾക്ക് അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് കാണുന്നത്. ഗവർണർ പോലും ഇടപെട്ടൊരു വിഷയത്തിൽ ആരാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടി എടുത്തത്, അവരെ പ്രേരിപ്പിച്ചതാരാണ്, അതിന് സമ്മർദ്ദം ചെലുത്തതാരാണ് എന്നുള്ളത് വെളിവാകേണ്ടതുണ്ട്. മനസ്സിലാക്കിയത് ആ വിദ്യാർത്ഥികൾ ഗവർണർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ്. തീർച്ചയായും ഇതൊരു ഗൂഢാലോചന എന്നതിൽ പറയലുണ്ട്. സിദ്ധാർത്ഥിൻ്റെ മരണശേഷവും പിന്തുടർന്ന് വേട്ടയാടുന്ന, തെളിവുകൾ നശിപ്പിച്ചുകൊണ്ട് കുറ്റക്കാരെ രക്ഷിക്കാനുള്ള വളരെ ആസൂത്രിതമായൊരു ഗൂഢാലോചനയും ശ്രമവും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്നും വ്യക്തമാവുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായി
ബഹുമാനപ്പെട്ട ഗവർണർ തന്നെ ഇടപെട്ട് ആ വിദ്യാർത്ഥികൾക്ക് നീതി ലഭ്യമാക്കി കൊടുക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ ഇനിയും ബാക്കി പുറത്തേക്ക് വരാറുണ്ട്. ഇപ്പോൾ 18 പേര് മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഗൂഢാലോചനയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും 130-ലധികം പേർ അവിടെ ഇതെല്ലാം ദൃക്സാക്ഷികളായിട്ടുണ്ടായിരുന്നു. കൂടുതൽ പേർ ഇതിൽ വന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യം കൂടി പരിശോധിക്കാനല്ലേ ഈ ഗൂഢാലോചന? ആദ്യത്തെ സമയത്ത് വിദ്യാർത്ഥികളെ ആകെ ഭയപ്പെടുത്തി അവർ നിർത്തിയത്. ചില വിദ്യാർത്ഥികളാണ് അവർ സധൈര്യം അവർ നടന്ന കാര്യം അധികൃത സ്ഥാനങ്ങളിൽ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിയത്. അങ്ങനെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ അന്ന് ആൻറ്റി റാഗിംഗ് സ്ക്വാഡിന് കിട്ടിയ വിവരമനുസരിച്ച് അവരുടെ ലിസ്റ്റിൽപ്പെട്ട പേരുകളിൽപ്പെട്ട ആളുകളെ പോലും പോലീസ് കേസിൽ പ്രതികളാക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാത്ത കാര്യമുണ്ട്. ഇവിടെ രക്ഷിതാക്കൾ നേരത്തെ തന്നെ പറഞ്ഞ പേര് ചൂണ്ടിക്കാണിച്ച ചിലരുണ്ട്. അവരെ ഇതുവരെ പോലീസ് കേസിൽ പെടുത്തുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. മനസ്സിലാക്കുന്നത് ആ കുട്ടികൾ അവരിപ്പോൾ ധൈര്യപൂർവ്വം ക്ലാസ്സിൽ വന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ നിരപരാധിയായ ആളുകളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയും പ്രതികളായ ആളുകൾ ക്ലാസ്സിൽ വന്ന് അവരുടെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ഇത്ര നീതിരഹിതമായൊരു സാഹചര്യമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തെളിയിക്കുന്നത് ആ ഗൂഢാലോചന തുടരുന്നു എന്നാണ്. പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള ഗൂഢാലോചന അതിപ്പോഴും തുടരുന്നുണ്ട്. നേരത്തെ അവർക്ക് സംരക്ഷണം കൊടുത്തിരുന്ന ആളുകൾ അവർ വളരെ ശക്തമായി തന്നെ അവരുടെ ശ്രമം തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് അത്യന്തം പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തൽക്കാലം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് CBI അന്വേഷണം പ്രഖ്യാപിച്ചു എന്നതൊഴിച്ചാൽ ഈ പ്രശ്നത്തിൽ കേരള ഗവൺമെന്റിന് സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിനോട് നീതി കാണിക്കത്തക്ക രീതിയിലുള്ള ഒരാത്മാർത്ഥതയും ഇല്ല എന്നുള്ളതാണ് ഇത്തരം നീക്കങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്.